വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ്. ഇത് ഒരു ക്യാപ്സിക്കവും 2 പൊട്ടറ്റോയും പിന്നെ ഒരു സവാളയും ഉണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പം എന്ത് കറി ഉണ്ടാക്കും എന്നുള്ള പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ. ഓരോ ദിവസവും ചപ്പാത്തിക്ക് എന്താ കറി ഉണ്ടാക്കുകയെന്ന്. അപ്പം അങ്ങനെ ചിന്തിക്കുന്നവർക്കൊരു നല്ലൊരു വെറൈറ്റി ഡിഷ് തന്നെയാണ്. നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിൽ നമ്മൾ കേടും ചേർക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ റെസിപ്പിയാണ് ഇത് ചപ്പാത്തി, പൊറോട്ട, നാൻ എല്ലാത്തിനും നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ്. നമ്മൾ ആ ഒരു മസാല കഴിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ഒരു റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ വരുമ്പോൾ ഒന്ന് തയ്യാറാക്കി കൊടുത്താൽ അവർ നല്ലൊരു അഭിപ്രായം തന്നെ പറയും. അപ്പോൾ ഒരു തവണ ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിനുവേണ്ടി ഞാനിവിടെ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, അതുപോലെ ക്യാപ്സിക്കം, സവാള, വെളുത്തുള്ളി. പൊട്ടറ്റോ ഇതുപോലെ ക്യൂബ്സ് ആയിട്ടാണ് കേട്ടോ അരിഞ്ഞിരിക്കുന്നത്. ഒരു മീഡിയം സൈസിലുള്ള പൊട്ടറ്റോ ആണ്. അതുപോലെ ഒരു ക്യാപ്സിക്കം, മീഡിയം സൈസിലുള്ള ഒരു ക്യാപ്സിക്കം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്യണം. അതുപോലെ തന്നെ സവാള ഇതുപോലെ തീരെ സ്ലൈസ് ആക്കരുത്, ഈ ഒരു കാര്യത്തിൽ വരണം കേട്ടോ. പിന്നെ ഒരു 5 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്തിരി കൂടുതൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണോളം ഉണ്ട്. ഇനി ചെറിയ ജീരകം ഒരു 1/2 ടീസ്പൂൺ, ഒരു 1/4 ടീസ്പൂണോളം വലിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആദ്യം തന്നെ നമ്മൾ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം കേട്ടോ. നമ്മൾ പൊട്ടറ്റോ ഒക്കെ ഇടുമ്പോൾ നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് തന്നെ വരും. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ എടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം വെളുത്തുള്ളി ഇടുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴച്ചെടുത്തതിന് ശേഷം പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. പൊട്ടറ്റോ മീഡിയം സൈസുള്ള പൊട്ടറ്റോ ആണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ക്യാപ്സിക്കം ഇതിനകത്ത് വീണിട്ടുണ്ട്, ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇതൊരു സോഫ്റ്റ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഈ എണ്ണയിലൊന്ന് വഴറ്റി കൊടുത്ത് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടി ഇടുമ്പോൾ ആ ഒരു ഉപ്പിൻ്റെ ടേസ്റ്റും നമ്മുടെ പൊട്ടറ്റോയിൽ ചേരും. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് മൂടി കൊണ്ട് അടച്ച് ഏകദേശം ഒരു 10 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ 10 മിനിറ്റോളം ഞാൻ ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇത് കണ്ടോ, 10 മിനിറ്റോളം നമ്മളിത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു എന്താ പറയുക, വെളുത്തുള്ളി നന്നായിട്ട് തന്നെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. കരിഞ്ഞിട്ടില്ല കേട്ടോ, അത് കാണുമ്പോൾ മനസ്സിലാവും കരിഞ്ഞിട്ടില്ല, പക്ഷേ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അത് അങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതിലേക്ക് ഒരുപാട് മസാലയൊന്നുമില്ല. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ കുറച്ചിട്ട് കൊടുത്തത്. പിന്നെ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചാറ്റ് മസാലയാണ്. അപ്പം ചാറ്റ് മസാല ഉണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാതിരിക്കുക, അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ചാറ്റ് മസാലയോ ആംചൂർ പൗഡറോ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ഒരു പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് സ്ലൈസായിട്ട് അരിഞ്ഞ സവാളയും അതുപോലെ ക്യാപ്സിക്കവും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി സവാളയും ക്യാപ്സിക്കവും നന്നായിട്ടൊന്നും ഒരുപാട് ബ്രൗൺ കളറാകുന്നവരെ ഒന്നും നമുക്കൊന്നും വഴറ്റിയെടുക്കണ്ട. ആ ഒരു ചെറിയൊരു ക്രിസ്പിയോട് കൂടി തന്നെ ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്നവരെ ഒരു 2 മിനിറ്റ് ഞാൻ മൂടി കൊണ്ട് അടച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതേ 2 മിനിറ്റിന് ശേഷം ചെറുതായിട്ടൊന്ന് എന്താ പറയുക, ഒരു സോഫ്റ്റായിട്ട് കിട്ടും. അത്രയും മാത്രം മതി. ഒരുപാട് ഫ്രൈ പോലെ എന്താ പറയുക, ബ്രൗൺ കളറായിട്ടൊന്നും വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ചെറുതായിട്ടൊന്ന് ഒരു ട്രാൻസ്പെറൻറ്റ് കളറായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്, അത്ര തന്നെയാണ്, ഒരുപാടൊന്നും ആയിട്ടില്ല. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കേർഡാണ്. 1 കപ്പ് കേർഡ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഫ്ലെയിം ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ്, ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കുക. കാരണം ഫ്ലെയിം കൂട്ടി വെച്ചാൽ നമ്മുടെ കേർഡ് പിരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ പാനിന് ഒരുപാട് ചൂടുണ്ടെങ്കിൽ എന്താ പറയുക, ഗ്യാസ് ഓഫ് ചെയ്തിട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനിതൊന്ന് ഇളക്കി കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പിരിഞ്ഞു പോകും. എന്നിട്ട് ഒരു 2-3 മിനിറ്റോളം ഇങ്ങനെ ഇളക്കി കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് പിരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അത്രയും ഫ്ലെയിം കുറച്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ പാൻ ഓഫ് ചെയ്തിട്ടോ ആയാലും കുഴപ്പമൊന്നുമില്ല. 2 മിനിറ്റോളം നമ്മളിതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോവും. ഇപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കസൂരി മേത്തിയാണ്. കസൂരി മേത്തി കയ്യിലൊന്ന് എടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താലും നല്ലതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കപ്പലണ്ടി. ഇത് വറുത്ത കപ്പലണ്ടിയാണ്. ഒരു ഇടികല്ലിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. മിക്സിയിലിട്ട് പൊടിച്ച് ഇടരുത്, ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്നത് വളരെ നല്ലത് തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇട്ട് കൊടുക്കുക.
അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റുന്നുണ്ട് ഞാൻ ഇവിടെ. ഇപ്പോൾ ഇതേ നമുക്ക് കാണുമ്പോൾ അറിയാം ആ ഒരു ക്യാപ്സിക്കമൊക്കെ നന്നായിട്ട് തന്നെ ഒരു ഫ്രഷ് ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് വേണ്ട, ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യണമെന്നോ ആവശ്യമുണ്ടെങ്കിൽ 2 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്താലും മതി. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മല്ലിയിലയാണ്. അപ്പോൾ മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഈ മല്ലിയിലയും കൂടി ഇട്ടതിന് ശേഷം ഇതൊന്ന് അടച്ച് വെക്കാം. അതിനുശേഷം നമ്മളെപ്പോഴാണോ ഒരു 10-15 മിനിറ്റിന് ശേഷം സെർവ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ആ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് തന്നെ വരും. അപ്പോൾ അതേ മൂടി കൊണ്ട് അടച്ച് വെക്കുകയാണ്. അപ്പോൾ അതേ കുറച്ച് കഴിയുമ്പോൾ ഞാൻ നമ്മളിന്ന് കഴിക്കുന്നത് ചപ്പാത്തിയുടെ കൂടെയാണ്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ് ഇത്. പൊട്ടറ്റോയും ക്യാപ്സിക്കവും സവാളയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ് ഇത്. ചപ്പാത്തിക്ക് പൊറോട്ട, നാൻ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമ്മൾ ഓരോ ദിവസവും ചപ്പാത്തിക്ക് എന്ത് കറി ഉണ്ടാക്കും എന്നുള്ള കൺഫ്യൂഷനിൽ നിന്ന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റുള്ള കറി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ല എങ്കിൽ തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അതിനുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.